വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ മേഘ. RRB എക്സാംസിന് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാവും അല്ലേ? അപ്പോൾ ഏതൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഒരു സ്റ്റഡി ടൈം ടേബിൾ തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ബേസിക് ആയിട്ടൊരു ഐഡിയ നിങ്ങൾക്ക് തരാനാണ് ഈ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. നമുക്കറിയാം, RRBയെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആദ്യം നിങ്ങൾ അറിയേണ്ടത് RRBയുടെ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. RRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ എന്താണ് ഈ എക്സാമിന്, ഗ്രൂപ്പ് ഡിയുടെ എക്സാമിന് ചോദിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? അതെ, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ്, പിന്നെ എന്താണ് ജനറൽ അവെയർനെസ് ഉണ്ട് അല്ലേ, പിന്നെ ജനറൽ സയൻസ് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 100 മാർക്കിൻ്റെ എക്സാമാണ്, നെഗറ്റീവ് മാർക്ക് ഉണ്ട്, ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് ഈ ഒരു സമയത്ത് എന്ന് ചോദിച്ചാൽ, ആദ്യഘട്ടം തന്നെ നിങ്ങൾ നന്നായിട്ട് മാത്സും റീസണിങ്ങും പഠിച്ച് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാത്സിലുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് RRBയുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുന്നുള്ള ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കി ആ വീഡിയോ പോയി ഒന്ന് കാണുക, എന്നിട്ട് നോക്കി മനസ്സിലാക്കുക ഏതൊക്കെ ടോപ്പിക്സ് ആണെന്നുള്ളത്. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ഞാൻ ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. ആ വെബിനാറിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഏതൊക്കെ പോർഷൻ എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു വെബിനാറിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ. ആ വെബിനാറിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യാം. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ആ ക്ലാസ്സിൽ നമുക്ക് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാം. വെബിനാറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഡയറക്റ്റായിട്ട് എന്നോട് ചോദിക്കാം. അപ്പോൾ അതിനുള്ള ക്ലാരിഫിക്കേഷൻസ് ഒക്കെ ഞാൻ വെബിനാറിൽ തരുന്നതായിരിക്കും. ഓക്കെ, യെസ്. സോ നമ്മളിവിടെ ഒരു സ്റ്റഡി ടൈം ടേബിൾ നമ്മുടെ ഇൻ ഹൗസ് സ്റ്റുഡൻസിന്, നമ്മുടെ ക്ലാസ്സിൽ ചേർന്നിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ ഗ്രൂപ്പ് ഡിയുടെ ക്ലാസ്സസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ടൈം ടേബിളിൻ്റെ ഒരു മാതൃക ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഡേ 1 മാത്സ്, ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് മാത്സും റീസണിങ്ങും ജനറൽ സയൻസും ആണ് ആദ്യഘട്ടത്തിൽ. അതിനുശേഷം എന്ത് ചെയ്താൽ മതി, ജനറൽ അവെയർനെസ്, അതുപോലെ തന്നെ കറണ്ട് അഫെയർസ് ഒക്കെ അതിനുശേഷം കൂടുതലായിട്ട് നോക്കുക. ഇപ്പോൾ ജസ്റ്റ് കുറച്ച് ഭാഗങ്ങളൊക്കെ നോക്കി പോവുക, പക്ഷെ കൂടുതൽ ഫോക്കസ് എന്തിനു തന്നെ കൊടുക്കുക, മാത്സും റീസണിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ജനറൽ സയൻസിന് കൊടുക്കുക. സയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഉണ്ട്. 3ഉം വളരെ ബേസിക് ആയിട്ട് നോക്കണം. 10ാം ക്ലാസ് നിലവാരത്തിലുള്ള പരീക്ഷയായിരിക്കും. അതുകൊണ്ട് തന്നെ NCERT ടെക്സ്റ്റ് ബുക്കുകൾ, CBSE ടെക്സ്റ്റ് ബുക്കുകൾ യൂസ് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പലരും ചോദിക്കാറുണ്ട് റാങ്ക് ഫയൽ, ഏത് റാങ്ക് ഫയൽ പഠിക്കണം എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ കണ്ടു. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു പെർട്ടിക്കുലർ റാങ്ക് ഫയൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും ഒറ്റ റാങ്ക് ഫയൽ നിങ്ങളുടെ പഠനത്തെ ചുരുക്കരുത്. ഓക്കെ, നമുക്ക് ഓരോ വിഷയങ്ങളും ആ വിഷയത്തിൻ്റെ എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളിൽ നിന്ന് പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അതിന് നിങ്ങൾക്ക് ഒരുപാട് സോഴ്സസ് ഓൺലൈനായിട്ട് ഒരുപാട് സോഴ്സസ് അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കുകൾ ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫിസിക്കൽ ബുക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു റാങ്ക് ഫയൽ ഒരിക്കലും വാങ്ങേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ എക്സാമിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. പക്ഷേ സബ്ജക്റ്റുകൾ പഠിക്കാനായിട്ട് എപ്പോഴും എക്സ്പേർട്സിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ബാച്ചിലാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ സബ്ജക്റ്റിൻ്റെ എക്സ്പേർട്സ് ആണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്തു തരുന്നത്. നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിൽ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഓൾറെഡി ഒരു ഫ്രീ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്തവർ താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അതിൽ ഫ്രീ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം മാത്സ്, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും അല്ലേ, അതിൻ്റെ ബേസിക് ഓപ്പറേഷൻസ്, മാത്തമാറ്റിക്കൽ ബേസിക് ഓപ്പറേഷൻസ് ആണ് ഫസ്റ്റ് ഡേ നമ്മൾ കവർ ചെയ്യുക. ജനറൽ സയൻസിൽ പാർട്ട് 1 ആയിട്ട് ജനറൽ സയൻസ് ആണ് കവർ ചെയ്യുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. ഡേ 2 മാത്സിൽ തന്നെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും അതിൻ്റെ 3rd പാർട്ട്, പിന്നെ 4th പാർട്ടും. ജനറൽ സയൻസിൽ സയൻസ് പാർട്ട് 2, പിന്നെ മാത്സിൽ നമ്മൾ സംഖ്യാ സമ്പ്രദായം, വർഗം, വർഗമൂലം അല്ലേ, സ്ക്വയറും സ്ക്വയർ റൂട്ടൊക്കെ പഠിക്കും. പിന്നെ എക്കണോമിക്സിൻ്റെ ബേസിക് എക്കണോമിക്സ് അല്ലേ, ബേസിക് ആയിട്ട് എക്കണോമിക് ടേംസുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു 3ാമത്തെ ദിവസം. പിന്നെ മാത്സ് തന്നെയാണ്, വർഗം, വർഗമൂലം അതിൻ്റെ 2ാം ഭാഗം, പിന്നെ ബോർഡ് മാസ്, പിന്നെ അതേപോലെ എക്കണോമിക്സ് വരും, ബേസിക്സ് ഓഫ് എക്കണോമിക്സ് പാർട്ട് 3. പിന്നെ മാത്സിൽ ബോർഡ് മാത്സിൻ്റെ എക്സസൈസ് നമ്മൾ പറയുന്നു. പിന്നെ റീസണിങ്ങിൽ കലണ്ടറാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ എക്കണോമിക്സിൽ നമ്മൾ പ്ലാനിങ് കമ്മീഷനെ കുറിച്ചും ആദ്യം 5 ഇയർ പ്ലാൻസ് ഇപ്പം അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, എന്നാലും നമ്മൾ
അതിൻ്റെ ബേസിക്സ് ഒന്ന് മനസ്സിലാക്കി പോകണം എന്നുള്ളത് പ്രധാനമാണ് അല്ലേ. അപ്പോൾ അതൊക്കെയായിരിക്കും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു മോഡലിലാണ് നമ്മൾ പോകുന്നത്. കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്? ജനറൽ സയൻസിനും മാത്സിനും റീസണിങ്ങിനും തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട്, ഞാൻ ഇവിടെ ഒരു 5 ദിവസത്തെ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതുപോലെ നമ്മൾ നമ്മുടെ പരീക്ഷ വരെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് വേണം പഠിക്കാനായിട്ട്. എന്ത് കാര്യവും വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്ലാനിങ് കറക്റ്റ് ആവണം. പ്ലാനിങ് ഫ്ലോപ്പായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അത് പാളിപ്പോവും അല്ലേ. അപ്പോൾ തുടക്കം ഏറ്റവും നന്നായി തുടങ്ങുക. പിന്നെ ഡോണ്ട് വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം. ശരിയായ സമയത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും കാത്തു നിൽക്കരുത്. അങ്ങനൊരു സമയം ഒരിക്കലും വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇന്നാണ്, ഈ നിമിഷമാണ് ശരിയായ സമയം, ശരിയായ തുടക്കം. ഇപ്പം തന്നെ ശരിയായ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ്. അതിന് പ്ലാനിങ് ആണ് ഏറ്റവും ആവശ്യമുള്ളത്. കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരിക്കണം. അതിന് തീർച്ചയായിട്ടും CC ഇവിടെയുണ്ട്. RRBയുടെ ഗ്രൂപ്പ് D കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ്, അതായത് ഈ പറയുന്ന സബ്ജക്റ്റുകളുടെ ഒക്കെ എസ്പെഷ്യലി മാത്സും റീസണിങ്ങും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഡെയിലി പഠിക്കാനുള്ള സ്റ്റഡി പ്ലാനും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഗ്രൂപ്പിലുമൊക്കെ പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ്. പിന്നെ PDF നോട്ട്സ് ഉണ്ടായിരിക്കും, ടൈം ടേബിൾ ബേസ്ഡ് റിവിഷൻസ്, പിന്നെ എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ്, ഇതെല്ലാം ഉൾപ്പെടെ ഒരു പാക്കേജാണ് നമ്മുടെ RRB ഗ്രൂപ്പ് Dയുടെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇത്രയും ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങളുടെ പഠനത്തെ ഒന്നും കൂടി സ്ട്രീം ലൈൻ ചെയ്യാനായിട്ട് പറ്റും. പലരും ചോദിക്കാറുണ്ട്, ഒറ്റയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ, അതോ ഒരു ബുക്ക് മാത്രം ഇരുന്ന് പഠിച്ചാൽ കിട്ടുമോ? ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യമാണ്. ജോലി കിട്ടുക എന്നുള്ളത് നമ്മളുടെ ആവശ്യം എത്രത്തോളം ഹൈ ആണ്, എത്രത്തോളം അതിനാവശ്യബോധം നമുക്കുണ്ടെങ്കിൽ അത്ര വേഗത്തിൽ ജോലി കിട്ടും. നമുക്ക് ആ ആവശ്യബോധം കുറവാണുള്ളതെങ്കിൽ, നമ്മൾ ഭയങ്കര കംഫർട്ട് സോണിലാണ് ഇരിക്കുന്നതെങ്കിൽ എന്താണ്, സ്വാഭാവികമായിട്ടും പ്രവൃത്തി അതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നന്നായി പ്രവർത്തിക്കണമെങ്കിൽ നല്ല ആവശ്യബോധം വേണം. നിങ്ങൾക്ക് ജോലി കിട്ടുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ആവശ്യമാണെന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ആ ആവശ്യം നിറവേറ്റണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്നാൽ പോരാ, എണീക്കുക, പഠിക്കുക, മുന്നേറുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട്, നിങ്ങളൊന്ന് വീണ് പോയാൽ നിങ്ങളെ പിടിച്ചുയർത്താനായിട്ട് ഞങ്ങൾ അധ്യാപകർ ഇവിടെയുണ്ട്. സോ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോന്നോളൂ. താങ്ക് യു.